അതുപോലെ ഇപ്പോൾ ചെർക്കള സ്വദേശി രഞ്ജിത്തിൻ്റെ വീട്ടിന് മുന്നിൽ അരുൺ പാറയ്ക്കലുണ്ട്. അരുൺ അവിടെ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള കാര്യം എന്താണ്? പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ തന്നെ ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. വളരെ അടുത്ത ബന്ധുക്കളുമായി നമ്മൾ അഭിമുഖം നടത്തരുത് എന്നുള്ളത്. ഇത് തീർച്ചയായിട്ടും വളരെ അടുത്ത ബന്ധുക്കളെ നമ്മൾ ഈ കാര്യത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം ഈ കാര്യം ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുൺ, എന്തൊക്കെയാണ് അവിടെ നിന്ന് പറയാൻ കഴിയുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് ചെർക്കളയിലെ രഞ്ജിത്തിൻ്റെ വീടിന് സമീപമാണ്. ഈ അയൽവാസിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ അയൽവാസിയുടെ വീട്ടിലാണ് പൊതുദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുക. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരം 6 മണിയോടുകൂടി മൃതദേഹം ഇവിടേക്ക് എത്തും, ചെർക്കളയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ അടുത്തുള്ള, അതായത് വീടിന് സമീപത്തുള്ള കുടുംബ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. സഹോദരൻ ദുബായിലായിരുന്നു. സഹോദരൻ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് ബന്ധുക്കളാരും തന്നെ ദൂരദേശത്ത് നിന്ന് ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും അതിനുള്ള സംസ്കാര ചടങ്ങിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ വാർഡ് മെമ്പർ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, സംസ്കാരമൊക്കെ എങ്ങനെയായിരിക്കും? അതെ, നമ്മളിപ്പോൾ 10:30 മണിക്കാണ് അവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം എത്തുക എന്നറിയാം. അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പോലീസ് എസ്കോർട്ടിലാണ് വരുന്നത് അറിഞ്ഞു. അപ്പോൾ എന്തായാലും 5 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ 10 മണിക്ക് എത്തിയാൽ 6 മണി ആകുമ്പോൾ എത്തും. കറക്റ്റ് സമയത്ത് 6 മണിക്ക് എത്തും. 6 മണി എത്തിയാൽ ഇവിടെ പൊതുദർശനം വെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 1 മണിക്കൂർ പൊതുദർശനം വെക്കണം. നാട്ടുകാർക്കും പിന്നെ കുറേ ആൾക്കാർ വരുമെന്നാണ് അറിയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയുള്ള പൊതുദർശനം ഇവിടെ വെക്കും. അത് കഴിഞ്ഞ് അവരെ കുടുംബ ശ്മശാനമുണ്ട്, വീടിന് തൊട്ട് താഴെയാണ്, അവിടെ സംസ്കരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ്. മറ്റൊന്ന്, തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശി കുഞ്ഞിക്കേളുവിൻ്റെ മൃതദേഹവും വൈകുന്നേരത്തോടു കൂടി 5 മണിയോടുകൂടി തൃക്കരിപ്പൂരിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലിക്കടവിലെ NSSൻ്റെ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം എളമ്പച്ചിയിലെ വീട്ടിലും പൊതുദർശനമുണ്ടാകും. തുടർന്നായിരിക്കും കാലിക്കടവിൽ തന്നെയുള്ള പൊതു ശ്മശാനത്തിൽ സംസ്കാരം നടക്കുക എന്ന് വീട്ടുകാർ അറിയിച്ചിട്ടുണ്ട്. SK. ഓക്കെ, അരുൺ പാറയ്ക്കലാണ് നമുക്കൊപ്പം ചേർന്നത് കാസർഗോഡ് നിന്ന്.